ഹലോ വെൽക്കം ടു മീ ആൻഡ് മൈ വേൾഡ്. അപ്പോൾ ഞാനിവിടെ വൈകുന്നേരത്തെ ചായക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ വേണ്ട സാധനങ്ങളൊക്കെ ഇതാ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉള്ളി വേണം, പച്ചമുളക് വേണം, ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ വേണം. ഉള്ളിയൊക്കെ ഇതാ ഇതുപോലെ അരിഞ്ഞെടുക്കുന്നുണ്ട്, ചെറുതായിട്ട് കുനുകുനാന്ന് അരിയുന്നുണ്ട്. പിന്നെ 2 പച്ചമുളകും കൂടി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ഉള്ളിയാണ് ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ എടുക്കുന്നത് ഒരു വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയാണ്. അത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുറച്ച് ഗോതമ്പ് പൊടിയിൽ 2 ടീസ്പൂൺ മൈദയും കൂടി ഇട്ടിട്ട് നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ല അതുപോലെ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് തിക്നെസ്സൊക്കെ കുറച്ച് പരത്തി എടുത്തിട്ട് ഈ ഫില്ലിംഗ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ച് ഒന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ നേരത്തെ അടിച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അരിഞ്ഞു വെച്ച 2 പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ശേഷം ഈ അരിഞ്ഞു വെച്ച വലിയുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി നന്നായിട്ട് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. ആദ്യം ഞാൻ ഇതിലേക്ക് മുട്ടയും കൂടി ചേർക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു, കാരണം 2 ചിക്കൻ പൊരിച്ചതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ബോണൊക്കെ കളഞ്ഞതിന് ശേഷം അത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തു ആ ചിക്കൻ. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണേ. ഫില്ലിങ്ങിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതാണ് നമ്മുടെ കുഴച്ചെടുത്ത മാവ്. അപ്പോൾ ഇത് ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. തിക്നെസ് കുറച്ച് വേണം പരത്തിയെടുക്കാനേ. അപ്പോൾ ഒരു പപ്പട വലുപ്പത്തിൽ ഇതുപോലെ പരത്തിയെടുത്തിട്ട് ഈ അച്ചിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനുള്ളിൽ നമ്മുടെ ഫില്ലിങ്ങും കൂടെ നിറച്ചതിന് ശേഷം ഈ അച്ചങ്ങ് അമർത്തി ക്ലോസ് ചെയ്യുക. ഞാൻ ഈ അച്ച ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ കറക്റ്റായിട്ട് വരുമോയെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ എന്തായാലും സംഭവം നല്ല പൊളിയായിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു 5 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. 5 എണ്ണം ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഫില്ലിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതൊക്കെ എന്ത് ചെയ്യണം, നമ്മുടെ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അടുത്ത പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിൽ ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു മാവ് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് എന്ത് ചെയ്യാം, ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാനൊക്കെ ഇടുമ്പോൾ ഒരു മനസ്സിലൊരിതുണ്ടായിരുന്നു, ശരിയായി വരുമോ എന്ന്. പക്ഷേ സംഭവം നല്ല സൂപ്പറായിട്ട്, നമ്മൾ പൂരി ഗോതമ്പ് പൊടിയാണല്ലോ, അപ്പോൾ പൂരിയൊക്കെ പൊങ്ങി വരുമ്പോൾ തന്നെ ഇതിങ്ങനെ പൊങ്ങിയൊക്കെ വരുന്നുണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. സക്സസ് ആയി എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ച 5 എണ്ണം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ ഒരു ചായയൊക്കെ വെച്ച് നമ്മളിതങ്ങ് കഴിച്ചു. അപ്പോൾ സംഭവം നല്ല സൂപ്പറായിരുന്നേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടാ, ശരിക്കും നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ബായ്.